എഴുത്തച്ഛന്റെ രാമായണത്തിൽ തന്നെ ഉമാമഹേശ്വര സംവാദം എന്നൊരു ഭാഗമുണ്ട്. അതില് ദേവി പാർവതിയോട് ശിവൻ രാമതത്വമാണ് ലോകതത്വമെന്ന് പറഞ്ഞിട്ട് രാമരാവണ യുദ്ധം കഴിഞ്ഞ് ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ രാമൻ അയോധ്യയിൽ അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ആഞ്ജനേയൻ മാത്രം പോയില്ല. സമീപത്ത് നിൽക്കുന്ന ആഞ്ജനേയനെ നോക്കി രാമൻ സീതയോട് പറഞ്ഞു, വൈദേഹി, നീ കണ്ടില്ലേ ആഞ്ജനേയനെ? നീ കണ്ടില്ലേ? നിന്നിലും എന്നിലും എല്ലാ നേരവുമുള്ള ഇവന്, ഭക്തനായ ഇവന്, ഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നുകൊണ്ടും അറിയില്ലാത്ത എന്റെ തത്വത്തെ 4 തവണ നാം രാമായണത്തിൽ ഇത് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശബരി രാമനെ കാത്തിരിക്കുമ്പോൾ ശബരിയോട് രാമൻ പറയുന്നുണ്ട്, ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടും ഇതറിയില്ല. രാമായണം രാമനെ അറിയാൻ വഴി ഭക്തിയാണെന്ന് വളരെ സ്പഷ്ടമായി പലവരും വിളിച്ചോതുന്നു. ഭാഗ്യവാന് പോലും സംരംഭയോഗപൂർവകവും സപ്രേമപൂർവകവുമായ ഭക്തി കൊണ്ടല്ലാതെ രാമനെ അറിയില്ലെന്ന് രാവണനും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ കൃതിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടി. രാമായണം വായിച്ച് എന്നെയും നിങ്ങളെയും കാൾ ഭക്തനായ രാവണന്റെ കോലമുണ്ടാക്കി രാമഭക്തനെ കത്തിക്കുന്നവരാണ് നമ്മൾ. രാമായണം വിശുദ്ധ ഭക്തിയുടെ സാന്ദ്ര സമ്മേളനം രാവണമോക്ഷത്തിൽ അവതരിപ്പിക്കുമ്പോൾ രാമായണ കാവ്യത്തിന്റെ ഈടുവയ്പ്പുകളിലൂടെ നാം സഞ്ചരിക്കുന്നത് എത്രയോ അകലങ്ങളിലാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഭക്തി ഒഴിഞ്ഞ് ഒന്നുകൊണ്ടും ഒരു നാളും തന്നെ അറിയില്ലെന്ന് രാമൻ ആഞ്ജനേയ വൃത്താന്തത്തിലും ശബരി വൃത്താന്തത്തിലും ജടായു വൃത്താന്തത്തിലും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാവണനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സീതയോടുള്ള ഉപദേശത്തിൽ ആ രാമൻ സീതയോട് രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാമാഭിഷേകവും കഴിഞ്ഞ് ഇരിക്കുന്ന വേളയിൽ സീതയോട് പറഞ്ഞു, ജനകാത്മജേ, വൈദേഹി, നീ ഇവന് എന്റെ തത്വത്തെ ഉപദേശിക്കണം. വൈദേഹി രാമായണ കഥ മുഴുവൻ ആഞ്ജനേയനെ പറഞ്ഞു കേൾപ്പിച്ചു. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് ദേവൻ വന്നു പിറന്നതു മുതൽ രാവണവധം വരെയുള്ള കഥ അല്പം പോലും വിടാതെ ദേവി ആഞ്ജനേയന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ആഞ്ജനേയ, ഇല്ല, ഈ രാമൻ കർത്താവുമല്ല ഭോക്താവുമല്ല. രാമായണം വായിക്കുന്നതിന് മുമ്പ് ഇത് വളരെ നന്നായി ശ്രദ്ധിച്ചിട്ടേ വായിക്കാവൂ. രാമായണ കഥ മുഴുവൻ പഠിപ്പിച്ചിട്ട് സീത ആഞ്ജനേയനോട് പറഞ്ഞു, ഇല്ല ആഞ്ജനേയ, ഇല്ല, ഈ രാമൻ കർത്താവുമല്ല ഭോക്താവുമല്ല, സത്താമാത്രനിവൻ.
ഇനി ഞാൻ എന്റെ തത്വം പറയാം. ഞാൻ മൂലപ്രകൃതിയായിരുന്നു. വിദ്വാൻമാർ അവിദ്യയെന്നും ചിലർ സംസ്കൃതിയെന്നും എന്നെ പറയും. തൽസാന്നിധ്യം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. പ്രകൃതിയും പൂരുഷനുമെന്ന നിലയിൽ ആ പൂരുഷ സാന്നിധ്യം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ. ഇതാണ് രാമൻ. ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ കൊണ്ട് ഈശ്വരകാരുണ്യത്താൽ ആചാര്യവർണം കൊണ്ട് തത്വമസ്യാദി മഹാവാക്യാർത്ഥജ്ഞാനത്താൽ മാത്രമേ ഇവനെ അറിയൂ. തത്പദത്തിന്റെയും തൊമ്പസ്പദത്തിന്റെയും അസിപദത്തിന്റെയും ലക്ഷണാർത്ഥങ്ങൾ അറിഞ്ഞ് ഗുരുകാരുണ്യം നേടി ഈശ്വരോപാസനം വഴി ഭക്തിയുള്ളവൻ ഈ രാമനെ അറിയാം. ഇല്ലാത്തവൻ അറിയില്ല രാമനെ. ഇതാണ് ദേവി ആഞ്ജനേയനോട് പറഞ്ഞത്. വിഷയമാഹാത്മ്യവും മഹാവാക്യശ്രവണമാഹാത്മ്യവും ഭക്തനാണ് അധികാരിയെന്നുള്ള ദേവിയുടെ വചനവും ജീവാത്മപരയോരൈക്യമാണ് അതിന്റെ രീതിവിധാനമെന്നുള്ള നിലയിൽ സംബന്ധവും മുക്തിയാണതിന്റെ പ്രയോജനവുമെന്ന് അറിഞ്ഞ ആഞ്ജനേയന്റെ മുഖത്ത് സ്ഫുരിച്ച ആത്മവർച്ചസ് കണ്ട് രാമൻ ആഞ്ജനേയന് ശ്രീരാമഹൃദയം ഉപദേശിച്ചു. പാർവതിയോട് പരമേശ്വരൻ ഈ കഥ പറയുകയും രാമഹൃദയ മാഹാത്മ്യം ഉപദേശിക്കുകയും ചെയ്തപ്പോൾ വിസ്തരിച്ചു കേൾക്കണമെന്ന് പാർവതിക്ക് ആഗ്രഹം. അങ്ങനെ ഉപദേശിക്കുന്നതാണ് രാമായണം. അതുകൊണ്ട് രാമായണം യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് തത്വമസിയുടെയും ശ്രീരാമഹൃദയ മന്ത്രത്തിന്റെയും വെളിച്ചത്തിലാണ്. അതിന് 2-3 ദിവസത്തെ പഠനമൊന്നും പര്യാപ്തമല്ല, പോരാ. രാമായണത്തിന്റെ പൂർവപക്ഷങ്ങളിൽ ഭാരതീയ സാഹിത്യത്തിനൊരു പ്രത്യേകതയുണ്ട്, ഭാരതീയ ദർശനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, വേദാംഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ പൂർവപക്ഷങ്ങളിൽ തന്നെ മാനവചേതനയെ ഉണർത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ. അതിനാണ് ഇത്തരം സന്ദർഭങ്ങൾ മതിയാവുക. ആരെങ്കിലും ആത്മോത്കർഷത്തിന് ആഗ്രഹിക്കുന്ന വിരാഗികളുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതവർക്ക് ധാരാളം മതിയാകുമെന്നാണ് എന്റെ വിശ്വാസം. ഒരു തുടക്കത്തിന് അത് ഗൂഢവിദ്യയാണ്.
അത് അതിന്റെ പാരസ്പര്യങ്ങളിലൂടെ പഠിച്ചെടുക്കേണ്ടതാണ്. അത് പുസ്തകപ്രത്യാധീതമല്ല. അതിനൊരു പൊതുവായ സദസ്സ് പ്രായോഗികവുമല്ല. കാരണം അതിന്റെ പ്രമേയത്തിലും അതിന്റെ പ്രമാണത്തിലും ഗുണനിഷ്ഠങ്ങളായ ശങ്കകളുണ്ടാവുക സ്വാഭാവികമാണ്. സത്വത്തിന്റെയും രജസിന്റെയും തമസിന്റെയും ഗുണങ്ങൾ പല അനുപാതത്തിൽ സംയോജിച്ചിരിക്കുന്ന ജീവന്മാരെ ഒരുമിച്ചിരുത്തി ശങ്കാകുലമായൊരു സാമ്രാജ്യത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കുമെന്നതിനാൽ ക്ലിഷ്ടമായ പരീക്ഷണത്തിന് ഞാൻ മുതിരുന്നുമില്ല. പലവട്ടം രാമായണങ്ങൾ കേട്ട നിലയ്ക്ക് ഇങ്ങനെ ഒന്നുണ്ട് എന്ന് ഒരിക്കലെങ്കിലും എത്തി നോക്കിയില്ലെങ്കിൽ മോശമാകുന്നത് കൊണ്ട് ചൂണ്ടിക്കാണിച്ചു തന്നിരുന്നു. അതിന് നമ്മുടെ ഈ വേഷവും ഭാവവും ഒന്നും പോരാ. അതതിന്റെ സമ്പ്രദായങ്ങളിൽ നിന്ന് ശൈവ ആഗമതന്ത്രങ്ങളുടെ അനവദ്യസുന്ദരങ്ങളായ ലോകങ്ങളിൽ നിന്ന് ആത്മവിഭൂതിയെ പേറാൻ ആഗ്രഹിക്കുന്ന മാനവചേതന അനുനയിച്ചു പഠിക്കേണ്ടതാണ്. അത് ഭാരതത്തിന് അന്യമാവുകയാണ്.